രാത്രി 10 മണിയോടെയാണ് രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ച അപകടമുണ്ടായത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് തിക്കിലും തിരക്കിലും പെട്ട നിരവധി ആളുകൾ മരിച്ചത്. ചികിത്സയിലായിരുന്ന 3 പേർ കൂടി പുലർച്ചെയോടെ മരിച്ചു. മരിച്ച 18 പേരിൽ 5 പേർ കുട്ടികളാണ്. മരിച്ചവരിൽ 9 സ്ത്രീകളുമുണ്ടെന്നാണ് നിഗമനം. 50-ലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കുംഭമേളയ്ക്ക് പോകാനായി ആളുകൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെയാണ് തിക്കും തിരക്കുമുണ്ടായത്. പ്രയാഗ്രാജിലേക്ക് പോകുന്നതിനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ ചില ട്രെയിനുകൾ വൈകിയതും ട്രാക്ക് മാറിയെത്തുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേ സ്റ്റേഷനിലെ 14, 15 പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയത്. പരിക്കേറ്റവർ ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായ തിരക്കുണ്ടായത്. അപകടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിന് ശേഷം വളരെ വേഗത്തിലാണ് സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റിയത്. അപകടം നടന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ശരവേഗത്തിലാണ് റെയിൽവേ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയത്. ആളുകളുടെ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളും വസ്ത്രങ്ങളും ഇവിടെ നിന്നും മാറ്റി. എന്നാൽ റെയിൽവേ ട്രാക്കിന് സമീപം പ്ലാറ്റ്ഫോമിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഇപ്പോഴും ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും മോദി എക്സിൽ കുറിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.